നമ്മുടെ ജീവിതത്തിൽ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, സ്ട്രെസ്സും ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ കൗൺസിലറുടെ അടുത്തേക്കാണ് നമ്മൾ പോകാറുള്ളത്, അല്ലെ? എന്നാൽ ഈ സൈക്കോളജിസ്റ്റുകൾക്കും കൗൺസിലർമാർക്കും ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാത്ത 100% പെർഫെക്റ്റ് ആയ ആൾക്കാരാണെന്ന് ചില ആളുകളെങ്കിലും വിചാരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനസ്സും വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളുമായിട്ട് ദിവസം തോറും നിരവധി ആളുകളുടെ പ്രയാസങ്ങൾ കേൾക്കുന്നവരാണ് സൈക്കോളജിസ്റ്റുകൾ. അവർക്കും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടാം. ഒരു ഡോക്ടറിന് അയാളുടെ സ്പെഷ്യലൈസേഷൻ അല്ലാത്ത മറ്റൊരു രോഗമുണ്ടായാൽ ഒരു ഡോക്ടറുടെ സഹായം ആവശ്യമായതുപോലെ, ഒരു ബാർബർക്ക് സ്വന്തം മുടിവെട്ടാൻ മറ്റൊരു ബാർബറുടെ സഹായം ആവശ്യമായതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ മറ്റുള്ള സൈക്കോളജിസ്റ്റുകളുടെയും ഉറ്റ സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായം സൈക്കോളജിസ്റ്റുകളും തേടാറുണ്ട്. സാധാരണ മനുഷ്യരെ പോലെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഉള്ളവരാണ് സൈക്കോളജിസ്റ്റുകളും. അതുകൊണ്ട് തന്നെ അവർ 100% പെർഫെക്റ്റ് ആണെന്നും അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നും വിചാരിക്കുന്നത് ഒരു തെറ്റായ ധാരണയാണ്.